So next, what actually happens inside a neuron? So നമുക്ക് ഒരു സിംഗിൾ ന്യൂറോണിലോട്ട് ഒരു സിംഗിൾ ഇൻപുട്ട് എൻ്റർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ദ ഇക്വേഷൻ സിംപ്ലിഫൈ ആവും. നമ്മൾ നേരത്തെ ഒരു ന്യൂറോണിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓപ്പറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. സോ അത് ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്പിൾ ഇൻപുട്ടായിരുന്നു. ഇത് ഒരൊറ്റ സിംഗിൾ ഇൻപുട്ടിൻ്റെ കേസിൽ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് ഈ ഫോമിലാവും. സോ ബാക്കിയെല്ലാം സെയിം തന്നെ. എക്സ് നമ്മുടെ ഫീച്ചർ വാല്യൂ, വെയ്റ്റ് W, bias term B, then activation function and neurons output. So നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. വെയ്റ്റ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂറോണിലോട്ട് എൻ്റർ ചെയ്യുന്ന എല്ലാ ഇൻപുട്ടിനോടും ഒരു വെയ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു കേസിൽ ഒരു സിംഗിൾ ഇൻപുട്ട് വാല്യൂ ആണുള്ളത്. അപ്പോൾ 1 weight. So it determines how much influence the input feature X has on the neuron's output. അപ്പോൾ ഈ ന്യൂറോണിലോട്ട് ഒരു ഇൻപുട്ട് ഫീച്ചർ ഒരു എക്സ് എൻ്റർ ചെയ്യുന്നു. ഈ ഇൻപുട്ട് ഫീച്ചറിന് അല്ലെങ്കിൽ ഈ ഫീച്ചർ വാല്യൂവിന് ഈ ന്യൂറോണിൻ്റെ ഔട്ട്പുട്ടിനെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ വെയ്റ്റിൻ്റെ വാല്യൂ ആണ്. ഇഫ് ദ വെയ്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0, ഇൻപുട്ടിന് ന്യൂറോണിൻ്റെ ഔട്ട്പുട്ടിൻ്റെ മേലുള്ളത് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. ഇഫ് വെയ്റ്റ് ഇസ് ലെസ് ദാൻ 0, ഇൻപുട്ടിന് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണുള്ളത് ന്യൂറോണിൻ്റെ ഔട്ട്പുട്ടിൻ്റെ മേത്ത്. ഇപ്പം വെയ്റ്റ് ഇസുകൾ 0, ഈ ടേം അങ്ങനെ തന്നെ 0 ആവുന്നു, വിച്ച് മീൻസ് ഈ ഒരു ഇൻപുട്ട് ഈ ന്യൂറോൺ ഇഗ്നോർ ചെയ്യുന്നു. സോ വെയ്റ്റ്സ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ശരിക്കും ഈ ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കുന്ന important parameters. Parameters ഉണ്ട്. Weights are also parameters that the neural network learns during training. Okay. So where do they come from? നമുക്ക് ഈ വെയ്റ്റ്സിൻ്റെ വാല്യൂസ് എവിടെ നിന്ന് കിട്ടുന്നു? ഇനീഷ്യലി ഈ ട്രെയിനിങ്ങിൻ്റെ ബിഗിനിങ്ങിൽ വെയ്റ്റ്സ് ആർ റാൻഡംലി അസൈൻഡ് വാല്യൂസ്. റാൻഡം വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യും. ഇപ്പോൾ പല ഇനീഷ്യലൈസേഷൻ മെത്തേഡ്സ് ഉണ്ട്. റാൻഡം ഇനീഷ്യലൈസേഷനാണ് കോമൺ. ആൻഡ് എല്ലാ ലൈബ്രറികളിലും അത് ഡിഫോൾട്ട് ഇനീഷ്യലൈസേഷൻ മെത്തേഡ് ഉണ്ടാവും. ദെൻ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഈ ഇനീഷ്യൽ വെയ്റ്റ്സ് ഗെറ്റ് അപ്ഡേറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഒരു പ്രീഡിഫൈൻഡ് സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ എത്തണ വരെയും ഈ വെയ്റ്റ്സിൻ്റെ ഇനീഷ്യലി നമ്മൾ റാൻഡം ഇനീഷ്യലൈസ് ചെയ്തെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അതിനെ മൾട്ടിപ്പിൾ ടൈംസ് അപ്ഡേറ്റ് ചെയ്യണം. സോ ഹൗ ആർ ദീസ് അപ്ഡേറ്റഡ്? അപ്പോൾ ഈ വെയ്റ്റ്സിനെ പഠിക്കുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഒപ്റ്റിമൈസർ ആൽഗോരിതംസ് ആണ്. സോ വാട്ട് ആർ ഒപ്റ്റിമൈസർ ആൽഗോരിതംസ്? Algorithms used to adjust the parameters of a model in order to minimize the loss function and improve the model's performance. അപ്പം ശരിക്കും ഒരു ന്യൂറൽ നെറ്റ്വർക്കിൽ ഈ പാരാമീറ്റേഴ്സ് പഠിക്കുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും എല്ലാം ആരാണ്? ഒപ്റ്റിമൈസർ ആൽഗോരിതംസ് ആണ്. അപ്പം മോഡലിൻ്റെ പാരാമീറ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. അത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു എയിം വെച്ചാണ്. എന്ത് എയിം? ടു മിനിമൈസ് ദ ലോസ് ഫങ്ഷൻ ആൻഡ് അതിലൂടെ മോഡലിൻ്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാം. പല ടൈപ്സ് ഒപ്റ്റിമൈസർ ആൽഗോരിതംസ് ഉണ്ട്. Advanced types of gradient descent like stochastic gradient descent, mini batch gradient descent, momentum, RMS prop, ADAM.